സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മകൻ പറഞ്ഞത് പ്രകാരം അരുന്ധതി ചന്ദ്രോത്ത് വീട്ടിൽ ചെന്ന് കുറച്ച് സീനൊക്കെ ഉണ്ടാക്കുന്നു. അതായത് ഹരിയങ്കിൾ ജില്ലാ കോടതിയിലെ റിട്ടയേർഡ് ജഡ്ജിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വരവ് തന്നെ ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലാക്കി. ആ ഒരു സമയത്ത് ഒരു കോടതിക്കുട്ടിലാണെന്ന് തോന്നി. തനിക്ക് പലതും തുറന്നു പറയാൻ പറ്റിയില്ല. അയാൾ വന്നു പോയതിനു ശേഷം എനിക്കൊരു കാര്യം ഉറപ്പായി. എൻ്റെ മകനെ കാണാതായതിൻ്റെ പിന്നിൽ ചന്ദ്രോത്ത് വീട്ടിലെ ഒരാൾ അല്ലെങ്കിൽ ഒന്നിലധികം പേരുണ്ട്. അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗ്യാങ്ങായി കളിക്കുവാണെന്ന്, അതൊരിക്കലും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി. നന്ദനെ കാണാൻ പോയി. നന്ദനെ കാണാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് പ്രഭാവതി നിന്നു. എന്നിട്ട് ഏറ്റവും അവസാനം ദേവിക തന്നെ പറയുന്നുണ്ട്, നന്ദൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് പൊക്കോട്ടെ. അങ്ങനെ ദേവിക നന്ദനെ കണ്ണ് കാണിക്കുന്നുണ്ട്, സത്യം ഒന്നും തുറന്നു പറയരുതേ എന്ന്. അപ്പം എൻ്റെ മകനെ നീ എന്ത് ചെയ്ത് കൊന്നോ കുഴിച്ചു മൂടി എന്നൊക്കെ അരുന്ധതി ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്നറിയാൻ വയ്യാതെ അരുന്ധതിയും അതുപോലെ ദേവികയും മാറി മാറി നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ദേവിക പറഞ്ഞത് പ്രകാരം നന്ദനാണെങ്കിൽ കള്ളം പറയുന്നു. എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിക്കുന്നതിന് തുല്യമായിട്ട് മാപ്പ് ചോദിക്കുന്നുണ്ട്. പുറത്തേക്ക് വരുന്ന അരുന്ധതിയാണെങ്കിൽ പ്രഭാവതിയോട് പറയുന്നു, എനിക്ക് ഇവിടേക്ക് വരുന്നത് വരെ ചെറിയൊരു ഡൗട്ടേ ഉള്ളായിരുന്നു, ഇപ്പോൾ എനിക്ക് പൂർണ്ണ ഉറപ്പായി എൻ്റെ മകൻ്റെ തിരോധാനത്തിന് പിന്നിൽ നിങ്ങളൊക്കെ തന്നെയാണ്. ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. പിന്നെ ഭരണപക്ഷത്തെ MLA മുൻപക്ഷത്തെ MLA ഒക്കെ നിൽക്കുന്നത് കൊണ്ട് കേസ് തെളിയിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടും എങ്കിലും ഞാൻ ഇതിൻ്റെ പിന്നിൽ തന്നെ കാണുമെന്നൊക്കെ വെല്ലുവിളിച്ച് പോകുന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് ദേവികയാണെങ്കിൽ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. നന്ദൻ ഒരുപാട് സങ്കടമായി. ഒന്നാമത് ടെൻഷൻ അടിച്ചിരിക്കുന്ന നന്ദൻ അരുന്ധതിയുടെ വരവോടെ അത് കൂടുതൽ ഡിപ്രഷനിലേക്ക് പോകുമോ എന്നൊക്കെ ദേവികയിലും ഭയം ഉണ്ടാക്കുന്നു. പിന്നെ ഒരു MLA അല്ലേ, എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റില്ല. അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടായതുകൊണ്ട് ദേവികയ്ക്ക് അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ആ വഴി വെച്ച് നമ്മുടെ ചന്ദ്രമതി ആൻറ്റിയെ കാണുന്നുണ്ട്. ചന്ദ്രമതി ആൻറ്റിയോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ഹരിയങ്കിൾ അരുന്ധതിയെ കാണാനായിട്ട് വീട്ടിലേക്ക് പോയി. തൊട്ട് പിന്നാലെ അരുന്ധതി ചന്ദ്രോത്തേക്ക് വന്ന് നടത്തിയ കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് നല്ല ഭയം ആകുന്നു. കാരണം അരുന്ധതി നിസ്സാരക്കാരിയല്ല. ഏതറ്റം വരെ പോയാലും തൻ്റെ മകന് വേണ്ടിയിട്ടുള്ള നീതി ഉറപ്പാക്കും. പണ്ട് പ്രഭാവതി ചെയ്ത ക്രൂരതയ്ക്ക് തന്നെ അവർ എണ്ണി എണ്ണി കണക്ക് ചോദിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അപ്പം ഇതും കൂടി ആകുമ്പോഴത്തേക്കും എന്താകും ചന്ദ്രോത്ത് വീട്ടിൻ്റെ അവസ്ഥയെന്ന് അറിയില്ല. ഏതറ്റം വരെ പോകാനും മടിക്കില്ല എന്നൊക്കെ പറയുമ്പം എങ്ങനെയെങ്കിലും നന്ദനെ രക്ഷപ്പെടുത്തണം, നന്ദു എല്ലാ കുറ്റങ്ങളിൽ നിന്നും ഒഴിഞ്ഞു വരണമെന്നൊക്കെ എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നു. അത് ചിലപ്പോൾ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിയുടെ ആകാം. എൻ്റെ ഭർത്താവല്ലേ, നന്ദനെ രക്ഷപ്പെടുത്തി എടുക്കണമെന്ന് ഇപ്പം എൻ്റെ മനസ്സാലെ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുമ്പം അത് സ്വാഭാവികമല്ലേ മോളെ. സ്വന്തം ഭർത്താവിന് എന്തൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും രക്ഷപ്പെടുത്താനേ തോന്നൂ. പക്ഷേ മോളുടെ പദവി അത് മറന്നുകൊണ്ടാകരുത് എന്ന് ചന്ദ്രമതി ആൻറ്റി ആണെങ്കിൽ ഉപദേശിക്കുന്നുണ്ട്. അതേസമയം ഹരിയങ്കിളാണെങ്കിൽ ചന്ദ്രോത്ത് അരുന്ധതി വന്ന് നടത്തിയ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് പ്രഭാവതി വിളിച്ചു പറഞ്ഞത് പ്രകാരം നേരെ അരുന്ധതിയെ കാണാനായിട്ട് പോകുന്നു. കാരണം ഒരു വക്കീൽ ജഡ്ജി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പല ഡൗട്ടുകളും സംശയങ്ങളും ഒക്കെ തോന്നി എന്ന് മാത്രമല്ല ചില കാര്യങ്ങളിൽ ഉറപ്പ് വരികയും ചെയ്തു. അതൊക്കെ മറ്റാരുടെയും ഷെയർ ചെയ്യാതെ കൊണ്ട് നടക്കുവാണ് പുള്ളിക്കാരൻ. അപ്പോൾ അരുന്ധതിയെ കാണാനായിട്ട് വീണ്ടും വീട്ടിലേക്ക് വരുന്നു. ഡോറ് തുറന്നു നോക്കുന്ന അരുന്ധതി കാണുന്നത് മറ്റാരുമല്ല, ഹരിയങ്കിളാണ്. ഒന്ന് അദ്ദേഹത്തെ കണ്ടപ്പോഴത്തേക്കും പതറിപ്പോയി. എങ്കിലും ധൈര്യത്തോടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. പുറത്ത് സൗണ്ട് കേട്ടിട്ട് ആരാണെന്ന് അറിയാൻ വേണ്ടി മേലത്തെ നിലയിൽ നിന്നും ഒളിഞ്ഞു നോക്കുവാണ് ഋഷി. അപ്പോഴത്തേക്കും ഹരിയങ്കിളിനെ കണ്ട് വീണ്ടും ടെൻഷനാകുന്നുണ്ട് ഋഷിയാണെങ്കിൽ. അപ്പം ഹരിയങ്കിൾ സോഫ്റ്റായിട്ട് തന്നെയാണ് അരുന്ധതിയോട് സംസാരിക്കുന്നത്. എനിക്കറിയാം ഇന്ന് ചന്ദ്രോത്ത് വീട്ടിലേക്ക് ചെന്ന് കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കിയെന്ന് പ്രഭ വിളിച്ചു പറഞ്ഞു. പ്രഭ നല്ല ടെൻഷനിലാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. അരുന്ധതി, ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കണം. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ട. നിങ്ങളുടെ ഒരു സഹായത്തിൻ്റെ ആവശ്യം എനിക്കില്ല. സഹായിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നിങ്ങളുടെ മകനെ ബാധിക്കുന്ന കാര്യം തന്നെ എനിക്ക് പറയാനുള്ളത് എന്നും പറഞ്ഞ് ഹരി അങ്കിൾ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു. അതെല്ലാം മേളിൽ നിന്ന് നമ്മുടെ ഋഷി കേൾക്കുകയും ചെയ്യുന്നു. തൻ്റെ അമ്മയെ ഹരിയങ്കിൾ സ്വാധീനിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ഋഷിക്കുണ്ട്. കാരണം ഹരിയങ്കിൾ പറയുന്നതെല്ലാം നാളത്തേക്ക് ഋഷിക്ക് സംഭവിക്കാൻ പോകുന്ന ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ വ്യക്തമാണ്. നന്ദൻ വിശ്വസിക്കുന്നത് പോലെ ഒരു കാരണവശാലും ഋഷിക്ക് യാതൊരു ആപത്തും സംഭവിച്ചതായിട്ട് ഹരിയങ്കിൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വെച്ച് സംസാരിക്കുമ്പോഴത്തേക്കും ഋഷിക്ക് കൂടുതൽ ടെൻഷനായി. ബെല്ലെ വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം ബെല്ലയാണെങ്കിൽ ഋഷിയെ സമാധാനിപ്പിക്കുന്നു. നീ ഒരു കാരണവശാലും ടെൻഷൻ ആവണ്ട, എന്ത് തന്നെ വന്നാലും നിന്നെ ഞങ്ങൾ രക്ഷിച്ചിരിക്കുമെന്നും ഈ കേസിൻ്റെ പുറത്ത് ഒരിക്കലും നിനക്ക് അകത്താകേണ്ടി വരില്ല എന്നൊക്കെ വാക്ക് കൊടുക്കുന്നു. അപ്പോഴത്തേക്കും അരുന്ധതിക്കാണെങ്കിൽ ഹരിയങ്കിൾ പറഞ്ഞ പല കാര്യങ്ങളും കേട്ട് ടെൻഷനാകുന്നു. അതൊന്നും വ്യക്തമായിട്ട് കാണിക്കുന്നില്ല.
അപ്പം അരുന്ധതി വന്നിങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കി പോയതിനെ തുടർന്ന് നന്ദനാണെങ്കിൽ ആകെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നത് മനസ്സിലാക്കി പ്രഭാവതി ആണെങ്കിൽ വന്ന് നന്ദനെ സമാധാനിപ്പിക്കുന്നു. മോൻ വിഷമിക്കേണ്ട, എന്ത് തന്നെ വന്നാലും ഇനി കുറ്റം തെളിയിച്ചാൽ പോലും മോനകത്താകാൻ ഞാൻ സമ്മതിക്കില്ല. കുറ്റം വേണ്ടി വന്നാൽ ഞാൻ ഏറ്റെടുക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ലമ്മ. ഞാൻ ചെയ്ത തെറ്റിൻ്റെ പേരിൽ ഒരിക്കലും എൻ്റെ അമ്മ ശിക്ഷ അനുഭവിക്കാൻ പാടില്ല. എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, അമ്മ ഇതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കരുത്. അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടല്ല, മോനെക്കുറിച്ച് ആലോചിച്ച വിഷമം എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നത് കണ്ടിട്ട് നന്ദനാണെങ്കിൽ സമാധാനിപ്പിക്കുന്നു. അതേസമയം നമ്മുടെ ശാരികയാണെങ്കിൽ കെവിനെ കാണാനായിട്ട് ചെല്ലുന്നു. ഉദ്ദേശം മറ്റൊന്നുമല്ല, സ്നേഹം നടിച്ചായാലും കെവിൻ്റെ മനസ്സിലുള്ള രഹസ്യങ്ങൾ എങ്ങനെയെങ്കിലും ചോർത്തി അറിയുക എന്നത് മാത്രമാണ് ശാരികയുടെ ലക്ഷ്യം. അങ്ങനെ നന്ദനെയും ദേവികയും പറ്റി നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതിന് ശേഷം ഋഷിയുടെ കൊലപാതക കേസിൽ നന്ദേട്ടന് കെവിൻ ചേട്ടൻ സഹായം വല്ലതും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നോ, ഇതിൻ്റെ പിന്നിൽ കെവിൻ ചേട്ടൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്ത് പറയണമെന്ന് ശരിക്കും പറഞ്ഞാൽ കെവിൻ അറിയില്ല. കെവിനാണെങ്കിൽ ശാരികയോട് സത്യങ്ങൾ തുറന്നു പറയാൻ പേടിയൊന്നുമില്ല. കാരണം ശാരിക നന്ദനെ സംബന്ധിക്കുന്ന ഇത്രയും വലിയൊരു രഹസ്യം തന്നോട് തുറന്നു പറഞ്ഞല്ലോ. അപ്പം താൻ തുറന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും ശാരികയ്ക്ക് തന്നോട് സ്നേഹം കൂടത്തേ ഉള്ളൂ. മാത്രമല്ല നന്ദനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ നിന്നേ എന്നും കൂടി അറിയുമ്പോഴത്തേക്കും അവളുടെ സ്നേഹം ഇരട്ടിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഉള്ള കാര്യമാണെന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും കെവിൻ്റെ ഈ ഒരു ചതി തീർച്ചയായിട്ടും വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റും. ഹരിയങ്കിളിന് ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലായാൽ മാത്രമേ കേസ് തെളിയിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നന്ദനോട് ചോദിച്ചിട്ട് അവനാണെങ്കിൽ ഇട്ട് തുറന്നു പറയുന്നില്ല. അതേസമയം പ്രഭാവതി പോലും നന്ദനോട് പറയുന്നു, എങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാലോ, കേസിൻ്റെ ആദ്യം മുതൽ ഇപ്പോൾ വരെ കെവിൻ മോനെ സഹായിച്ചു എന്ന് തുറന്നു പറഞ്ഞാലോ എന്ന് ചോദിച്ചിട്ട് അപ്പോഴും നന്ദനാണെങ്കിൽ തടയുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കെവിൻ്റെ വായാലെ സത്യങ്ങൾ അറിഞ്ഞ് ശാരിക ചെന്ന് ഹരിയങ്കിളിനോടോ ദേവികയോടോ പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ കേസ് അന്വേഷണം വ്യക്തമായിട്ടും തെളിയിക്കാൻ പറ്റും. അതോടെ ശത്രുക്കളെയെല്ലാം പുറത്തു കൊണ്ടുവരാനും ശാരികയുടെ ആ ഒരു ഇമേജ് വീട്ടിലെല്ലാവരെയും ചതിച്ചു എന്ന ഒരു ബാഡ് ഇമേജ് തന്നെയാണ് ഇപ്പം ശാരികയ്ക്കുള്ളത്. കാരണം ഗൗരിയുടെ സഹോദരനെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചിട്ട് ആ സമയത്തൊന്നും തനിക്കൊരു പ്രേമമുള്ള കാര്യം തുറന്നു പറയാതെ അവസാനം വിവാഹത്തോടടുപ്പ് വന്ന് ഈ സാഹചര്യത്തിൽ സത്യങ്ങൾ തുറന്നു പറയുമ്പോഴത്തേക്കും, അതായത് തനിക്ക് മറ്റൊരു പ്രേമമുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരുടെയും മുമ്പിൽ വെറുക്കപ്പെട്ടവളായി മാറിയിരിക്കുന്നു ശാരിക. അപ്പോൾ ഈ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് ചേച്ചിയുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ടും നന്ദേട്ടൻ്റെയും ചേച്ചിയുടെയും ജീവിതത്തിൽ തകർക്കാൻ വേണ്ടി വന്ന ആ ഒരു കരടുകളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ഒരു നാടകമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരുടെയും തെറ്റിദ്ധാരണ മാറും. വീണ്ടും ഗൗരിയുടെ സഹോദരനുമായിട്ടുള്ള വിവാഹം തന്നെ ഉറപ്പിക്കുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരിക്കാം.